ഞാൻ നിങ്ങളെ ഒരു കാര്യം കാണിക്കാം കേട്ടോ. ഇത് കണ്ടോ? ഇതാരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇത്ര ചെറിയ സോയാബീന് ഞാൻ ആദ്യമായിട്ട് കാണുക കേട്ടോ. ഇന്നലെ മാർക്കറ്റിൽ പോയപ്പോൾ എനിക്ക് കിട്ടിയതാണേ. ഞാൻ വലിയ സോയാബീൻ മേടിക്കാനാണ് കടയിൽ കയറിയത്. പക്ഷേ ഒരു കവറിൽ ഇത്ര ചെറിയ സോയാബീൻ കിടക്കുന്നത് കണ്ടപ്പോൾ എന്തോ ഒരു കൗതുകം കേട്ടോ. മറ്റേ പഴയ നമ്മുടെ സോയാബീൻ്റെ ഇത്രയും രുചിയുണ്ടോ, എങ്ങനെ ഇരിക്കുന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ എന്തായാലും ഒരു പാക്കറ്റ് അങ്ങ് മേടിച്ചു കേട്ടോ. സത്യം പറഞ്ഞാൽ കടലയോളം വലിപ്പം മാത്രമേ ഉള്ളേ. തട്ടി ഇങ്ങനെ അങ്ങോട്ട് ഇട്ടപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പോൾ ഈ ചീനിച്ചട്ടിയിലൂടെ ഇട്ടിട്ടുണ്ടല്ലോ, ഇങ്ങനെ വാരിയിട്ടും എനിക്ക് മതി വരുന്നില്ല കേട്ടോ. നല്ല രസമാണ് കാണാൻ. എന്ത് ഭംഗിയാണെന്നറിയോ? ചെറിയ സോയാബീനുകൾ. സത്യം പറഞ്ഞാൽ വലുതൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അടുപ്പത്ത് വെച്ച് വേവിച്ചൊക്കെ എടുക്കുമ്പോഴേ ഞാനിത് 1-2 കഷ്ണങ്ങളൊക്കെ എടുത്ത് മുറിച്ചൊക്കെ ഇടാറുണ്ട് കേട്ടോ. ഇതിലങ്ങനൊന്നും ചെയ്യാനൊന്നും ഇല്ലെന്നേ. അപ്പോൾ നമുക്ക് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എന്തോന്നറിയാവോ? നമ്മുടെ സോയാബീൻ പെരട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ എങ്ങനെയാണ് സോയാബീൻ പെരട്ടിയെടുക്കുന്നതെന്നൊന്ന് കാണിച്ചു തരാമേ. അതിന് മുന്നേ നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. എൻ്റെ വീഡിയോ കാണുകയും ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യുന്ന എല്ലാവരോടും ഒരുപാട് സ്നേഹമുണ്ട് കേട്ടോ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നുണ്ടേ. ഇനി നമുക്ക് ഈ ചട്ടി അടുപ്പത്തൊക്കെ അങ്ങോട്ട് വെച്ചിട്ട് ഈ സോയാബീനെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പം നമ്മൾ ഗ്യാസൊക്കെ കത്തിക്കാൻ പോവുകയാണ്. ഗ്യാസ് ഓണാക്കിയില്ല കേട്ടോ. ഞാൻ മിക്കവാറും ചെയ്യുന്നൊരു പരിപാടിയാണിത്. നേരെ അങ്ങോട്ട് ആവേശം മൂത്ത് ചെന്നിട്ട് ഈ ലൈറ്റർ എടുത്ത് ഇങ്ങനെ കത്തിക്കും കേട്ടോ. ഗ്യാസ് ഓണാക്കിയൊന്നും നോക്കത്തില്ല. അപ്പം നമ്മൾ ഗ്യാസൊക്കെ കത്തിച്ചു. ഈ സാധനം അങ്ങോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ വെള്ളത്തിൽ കിടക്കുമ്പോൾ എനിക്കിങ്ങനെ കോരി എടുക്കാനങ്ങ് തോന്നുവാണ് കേട്ടോ. എൻ്റെ കുഞ്ഞപ്പൂ മീനാക്ഷിയമ്മയൊന്നും എൻ്റെ കൂടെ ഇല്ല. അവരാരും എഴുന്നേറ്റ് വന്നിട്ടില്ലേ. എൻ്റെ കുഞ്ഞപ്പൂ ഇത് കണ്ടിരുന്നുണ്ടെങ്കിലുണ്ടല്ലോ ഇതിൻ്റെ അടുക്കിൽ നിന്ന് ഇങ്ങനെ കോരിക്കൊണ്ടിരുന്നേനെ. കൊച്ചാകുമ്പോൾ നമ്മൾ ഓടിച്ചു വിടുമല്ലോ. എന്നാരും ഓടിക്കാനൊന്നും ഇല്ലല്ലോ. അപ്പോൾ പിന്നെ നമ്മളിങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുക. അമ്മ കണ്ടു കഴിഞ്ഞാൽ ഓടിച്ചു വിടും കേട്ടോ. നീ എന്തോ കാണിക്കുക, അത് ഇതുവരെ ഒന്ന് റെഡിയാക്കി എടുക്കാൻ സമയമായില്ലോ എന്നൊക്കെ ചോദിക്കും കേട്ടോ. പക്ഷേ എന്തായാലും ഇപ്പോൾ അമ്മ അടുക്കളയിലില്ല. എന്നിട്ട് നീ ഇങ്ങനെ വാരി എടുക്കാനങ്ങ് തോന്നുമായിരുന്നേ. അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് ഈ പാത്രത്തിലൊക്കെ ആക്കി ഗ്യാസ് കത്തിച്ച് അങ്ങോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഇതിൻ്റെ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് നന്നാക്കി എടുക്കാവേ. ചെറിയ ഉള്ളി വേണം, നമ്മുടെ വെളുത്തുള്ളി വേണം. ഞങ്ങൾ വെക്കുന്ന രീതിയാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ എൻ്റെ ഉള്ളി ശേഖരണ ശാലയുടെ അടുത്തോട്ട് ഞാൻ ചെന്നിട്ടുണ്ട്. അവിടെ ചെന്നപ്പോഴത്തേക്കിനുണ്ടല്ലോ ചുവന്നുള്ളി ഇല്ല കേട്ടോ, വെളുത്തുള്ളി മാത്രമേ ഉള്ളൂ. ചുവന്നുള്ളി ഇച്ചിരിയേ ഉള്ളേ. ഈ ചുവന്നുള്ളി ആണെങ്കിൽ കൈ പിടിക്കാൻ പറ്റാത്ത ചെറിയ ഉള്ളി ഉണ്ടല്ലോ, നന്നാക്കി എടുക്കുമ്പോൾ എനിക്ക് ദേഷ്യം വരും കേട്ടോ. സത്യം പറഞ്ഞാൽ ചുവന്നുള്ളി മേടിക്കുമ്പോൾ രണ്ടും കൂടെ കിട്ടുന്നത്, ചെറുതും വലുതും കൂടെ കിട്ടുന്നത്. പക്ഷേ പെട്ടെന്നുള്ള എളുപ്പത്തിൽ നമ്മുടെ കയ്യിൽ ആദ്യം കയറുന്നത് വലിയ ചുവന്നുള്ളി ആയിരിക്കുമല്ലോ. അതെടുത്ത് ഉപയോഗിച്ച് ലാസ്റ്റ് മാറ്റി ഇട്ടുന്ന കുഞ്ഞു ഉള്ളികൾ വരുമ്പോഴുണ്ടല്ലോ, അതിന് ലാസ്റ്റ് കാണുമ്പോഴെന്തോ ഒരു സന്തോഷമില്ലായ്മയാണ് കേട്ടോ. അപ്പോൾ പിന്നെ എന്താണ്, ഞാൻ കുറച്ച് കുഞ്ഞുള്ളി അങ്ങോട്ട് വാരിയെടുത്തു. ഇതാണ് എൻ്റെ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ഇടുന്ന പാത്രമേ. ഇതിന് മുകളിൽ വേറെ കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ. ഈ കുഞ്ഞു ടിന്നുകളുണ്ടല്ലോ, ഇത് ഞാൻ ഓരോരോ സാധനങ്ങൾ മേടിക്കുമ്പോൾ വാങ്ങിച്ച് സൂക്ഷിച്ച് വെക്കുന്നതാണ് കേട്ടോ. ഉപയോഗം കഴിഞ്ഞിട്ട് അത് കഴുകി വൃത്തിയാക്കി സൂക്ഷിച്ച് വെക്കും. ഈ ഒരു സ്വഭാവം എനിക്ക് പണ്ടോട്ടേ ഉണ്ട് കേട്ടോ. അതെന്ത് നല്ല സാധനങ്ങളാണെങ്കിലും കുപ്പികൾ, ഇതേപോലുള്ള ചെറിയ ടിന്നുകൾ, അങ്ങനെ ഞാൻ സൂക്ഷിച്ചിട്ടുള്ള ഒരുപാട് സാധനങ്ങളുണ്ട്. ഞാൻ കാണിക്കാമേ. ഒരു വലിയ ബക്കറ്റിൽ ഞാൻ ഇതേപോലെ ചെറുതായിട്ട് നമ്മുടെ ചെറിയ ടിന്നുകൾ കഴുകി വൃത്തിയാക്കി ഉണക്കി സൂക്ഷിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ കാണിക്കാം. ഇത് കണ്ടോ, ഇതിനകത്ത് അരവണയുടെ ടിന്നുണ്ട്, നമ്മുടെ ബിരിയാണിയുടെ കഴിച്ച ആ ടിന്നുകളുണ്ട്. പിന്നെ ഇടയ്ക്കിടക്കുന്ന ഈ സാധനം ഉണ്ടല്ലോ, ഇത് ഞങ്ങളുടെ വീട് പണിക്ക് പെയിൻ്റ് അടിക്കാൻ വേണ്ടിയിട്ട് റോളർ മേടിച്ചല്ലോ, ആ സംഭവത്തിൻ്റെ ടിന്നാണ് കേട്ടോ. ഇത് എന്തോത്തിനൊക്കെ എടുക്കാമെന്നൊന്നും എനിക്കറിയത്തില്ല. അടപ്പിൻ്റെ നടുക്ക് വലിയൊരു കുഴിയിട്ട്, അതുകൊണ്ടൊന്നും വെള്ളം പോലുള്ള ഒന്നും ഒഴിച്ചു വെക്കാനൊന്നും പറ്റില്ല. ഇത് ഐസ്ക്രീമിൻ്റെ പാട്ടായാണ് കേട്ടോ. ഇതേപോലെ അടിക്ക് ഒത്തിരി സാധനങ്ങൾ കിടപ്പുണ്ട്. എന്തോ ഒരു സന്തോഷമാണ്. ഇതേപോലെ ചിലപ്പോൾ കല്യാണത്തിനൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് കുടിക്കാൻ വെള്ളം തരൂലേ, അതിൻ്റെ ആ കുപ്പിയൊക്കെ ഉണ്ടല്ലോ, നല്ല ചെറിയ കുപ്പികളൊക്കെ കാണൂലേ, അതൊക്കെ ഞാനെടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന് കഴുകി ഉണക്കി സൂക്ഷിച്ച് വെക്കേ. ഇതെനിക്ക് കിട്ടിയൊരു ചില്ലി പാത്രമാണ് കേട്ടോ. അതിൻ്റെ അടപ്പാണ്. ഇതിൻ്റെ ബാക്കി ഭാഗം ഉണ്ടെന്ന് ഞാൻ കാണിക്കാം. അതിലോട്ട് ഒരു ഇത്തിരി വെള്ളം മാത്രമേ അതിൽ കൊള്ളുള്ളൂ കേട്ടോ. എന്നിട്ട് ഞാനൊരു മണി പ്ലാന്റൊക്കെ ഇറക്കി അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ബാക്കിൽ ഇരിക്കുന്ന നീല കുപ്പി ഉണ്ടല്ലോ, അതും എനിക്ക് കിട്ടിയതാണ് കേട്ടോ. അതിനകത്ത് ഞാൻ ഈ മയിൽപ്പീലി ഇട്ട് വെച്ചിട്ടുണ്ട്. എനിക്ക് ബോട്ടിലായിട്ട് ചെയ്യണമെന്നൊന്നും അറിയത്തില്ല, എന്നാലും ഞാനിങ്ങനെ ഉണക്കി സൂക്ഷിച്ച് വെക്കാറുണ്ട്. എന്തിനെങ്കിലുമൊക്കെ ഉപയോഗിക്കാമല്ലോ, അത് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്കായിട്ട് എടുക്കും. ഇത് നമ്മുടെ മുറ്റത്ത് കിടക്കുന്ന വെള്ളാരങ്കല്ലാണേ. ഈ ചില്ല് പാത്രം ഉണ്ടല്ലോ, സൈഡ് ഒന്ന് പൊട്ടിപ്പോയി കേട്ടോ. അപ്പോൾ അടുക്കളയിൽ ഉപയോഗിക്കാനായിട്ട് പറ്റത്തില്ല. കയ്യിലൊക്കെ കയറി കൊള്ളുമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മുറിയും. അപ്പം ഞാൻ അതുകൊണ്ട് അങ്ങനെ ഇട്ട് വെച്ചേക്കാണ് കേട്ടോ. ഇതിലൊക്കെ എന്ത് ഭംഗിയാണെന്നൊന്നും ചോദിക്കരുത്, എനിക്ക് കണ്ടപ്പോൾ സന്തോഷം തോന്നുന്നു, ഞാൻ അങ്ങനെ ചെയ്തു. ഇത് നമ്മൾ നേരത്തെ കണ്ട ചില്ലി പാത്രത്തിൻ്റെ ബാക്കിയാണ്. അവിടെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒരു മണി പ്ലാന്റൊക്കെ ഇട്ടിട്ട് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് നമ്മൾ കണ്ട 2 ഉണ്ടായിരുന്നു, അതിൻ്റെ ബാക്കി രണ്ടാമത്തെ പാത്രം. അങ്ങേറ്റ തുറന്ന് ഇരിപ്പുണ്ട്. അതൊരു ഗ്ലാസ്സാണ് കേട്ടോ, ചെറിയൊരു ഗ്ലാസ്. അപ്പോൾ നമ്മുടെ സോയാബീനൊക്കെ വെന്ത് ഏകദേശം ആവുന്നുണ്ട്. ഞാൻ ഒരു ഐറ്റം കൂടി കാണിക്കുക. നമ്മൾ കേക്ക് മേടിച്ചപ്പോൾ കിട്ടിയൊരു പാത്രമാണ്. ഇതിൻ്റെ ഭരണി ഉടഞ്ഞു പോയി കേട്ടോ.
ആ കേക്ക് മേടിച്ചപ്പോൾ കിട്ടിയ പാത്രം കഴുകാനൊന്നും പറ്റത്തില്ല. അത് നമ്മുടെ കടലാസാണ്. അതുകൊണ്ട് ഞാൻ അതിനകത്തൊരു പേപ്പർ ഇട്ടിട്ട് നമ്മുടെ നാരങ്ങ എടുത്ത് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. വിശേഷം പറച്ചിലൊക്കെ അവിടെ നിൽക്കട്ടെ, നമുക്കിനി കാര്യങ്ങളിലേക്ക് കിടക്കാം. അപ്പം നമ്മുടെ സോയാബീനൊക്കെ ഏകദേശം വെള്ളമൊക്കെ കുടിച്ച് വെന്തൊരു പരുവായിട്ടുണ്ട്. വെള്ളം വറ്റിപ്പോയോ എന്നൊരു സംശയം. ഞാൻ ഒഴിച്ച വെള്ളമൊന്നും ഇതിനകത്ത് കാണുന്നില്ല കേട്ടോ. ഇനി നമുക്കിതിനകത്ത് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നമുക്കാണെന്നുണ്ടെങ്കിൽ ഒന്ന് കഴുകിയൊക്കെ പിഴിഞ്ഞൊക്കെ ഒന്ന് എടുക്കാവേ. പിന്നെ നമുക്കിനി ഉള്ളിയും നമ്മുടെ വെളുത്തുള്ളിയും ഒക്കെ നന്നാക്കി എടുക്കാം. ചെറിയ ഉള്ളി ഇച്ചിരി ഉള്ളതുകൊണ്ട് ഞാൻ ഒരു സവാളയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വെള്ളമൊക്കെ ഒഴിച്ച് നമ്മുടെ സോയാബീൻ ഒന്ന് കഴുകിയത് ഒന്ന് പിഴിഞ്ഞെടുക്കുകയാണ്. അധികം അങ്ങോട്ടങ്ങ് പിഴിയണ്ട, ഞെങ്ങിപ്പോൾ നല്ലോണം വെന്തിരിക്കുകയാണ് കേട്ടോ. ഞാൻ ഒഴിച്ച വെള്ളം മൊത്തം ഇത് കുടിച്ച് തീർത്തിട്ടുണ്ട്, അത് വറ്റിപ്പോയി. അപ്പോൾ ഇനി ഒന്ന് പിഴിഞ്ഞെടുക്കാവേ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സവാളയും മറ്റേ ചെറിയ ഉള്ളിയും മറ്റേ വെളുത്തുള്ളിയും കൂടി, ഇഞ്ചി എൻ്റെ അടുത്ത് ഇല്ലായിരുന്നു കേട്ടോ. ഇഞ്ചി ഉണ്ടായിരുന്നു, നല്ല അടിപൊളിയാക്കിയായിരുന്നു. ഒന്ന് ചതച്ചത് അങ്ങോട്ട് ഇട്ട് കൊടുക്കാവേ. പിന്നെ ഒരു സ്പൂണ് നമ്മുടെ കാശ്മീരി മുളക് പൊടി, ഒരു സ്പൂണ് മല്ലിപ്പൊടി ഇട്ടു, 1/2 ടീസ്പൂണ് നമ്മുടെ കുരുമുളക് പൊടി ഇട്ടു, പിന്നെ ഒരു 1/2 ടീസ്പൂണ് നമ്മുടെ ഇറച്ചി മസാല ചേർത്ത് കൊടുത്തു കേട്ടോ. ഇതൊക്കെ നമ്മൾ ആവശ്യത്തിന് ചേർത്താൽ മതി കേട്ടോ. അവനവൻ്റെ അടുത്തുള്ള സാധനത്തിന് എത്രത്തോളം അടുത്തുള്ള നമ്മുടെ സോയാബീൻ എത്രത്തോളം വേണം അത്രത്തോളം ചേർത്ത് കൊടുത്തത്. ഞാൻ അളവൊന്നും പറയുന്നില്ല കേട്ടോ. പിന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഞാൻ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നന്നായിട്ടങ്ങ് തിരുമ്മി എടുക്കണം. അധികം അങ്ങ് ബലം പ്രയോഗിക്കാൻ പോകരുത്, അതെല്ലാം അവിടെ അടിപൊളിയായി പോവും. പിന്നെ ഒന്ന് റെഡിയാക്കി തിരുമ്മി എടുത്തിട്ട് നമുക്കിനി കടുകൊക്കെ വറുത്തിട്ട് വെക്കാം. കടുക് വറക്കാൻ നേരത്ത് കുറച്ച് കരിവേപ്പില ഞാൻ കൂടുതൽ ഇട്ടിട്ടുണ്ട്, കാരണം എൻ്റെ അടുത്ത് ഒത്തിരി ഉണ്ടായതുകൊണ്ടാണ്. പിന്നെ ഞാൻ അടച്ചു വെച്ചു കേട്ടോ. വെറുതെ എന്തിനാ ഈ പൊട്ടുന്ന സമയത്ത് അവിടെ ഇവിടെ എല്ലാം തെറിപ്പിക്കുന്നത്. ഞാൻ മിക്കവാറും കടുക് വറക്കുമ്പോൾ ഇങ്ങനെ അടച്ചു വെക്കാറുണ്ട്. തീ കുറച്ചിടും, ഇല്ലേ കരിഞ്ഞു പോകുമല്ലോ. പിന്നെ നമ്മളതെല്ലാം കൂടെ തട്ടി അങ്ങോട്ട് ഇട്ടു. അതിനകത്തോട്ട് കുറച്ച് കൈവെള്ളവും ചേർത്ത്. ഒരുപാട് വെള്ളം ഒഴിക്കരുത്, കാരണം നേരത്തെ ഇത് വെന്ത് ഒരുമാതിരി ആയിരിക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് പുരട്ടിയെടുക്കാം കേട്ടോ. ഇനി ഒന്ന് അടച്ച് വെച്ച് നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് കൊടുക്കാമേ. അപ്പോൾ ഇതിന് കഴിഞ്ഞ് വേറൊരു കാര്യം കാണിക്കാവേ. എൻ്റെ കോഴികൾ മുട്ടയിട്ടിട്ട്, എനിക്ക് 3 കോഴികളുണ്ട്, 2 പിടക്കോഴി, ഒരു പൂവൻ കോഴി. അപ്പോൾ ഞാൻ ഇന്നും ഇന്നലെയൊക്കെ ഇട്ട മുട്ട അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ആദ്യം ഇട്ട മുട്ട അങ്ങോട്ട് എടുത്തു കേട്ടോ. അതല്ലേ പെട്ടെന്ന് ചീത്തയായി പോകുന്നത്. അത് അടിയിലോട്ടാണല്ലോ അതിരിക്കുന്നത്. നമുക്കൊരു ഓംലെറ്റ് കൂടെ ഉണ്ടാക്കിയെടുക്കണം. ഞങ്ങളിവിടെ വെള്ള മുട്ടയാണ് കേട്ടോ മേടിക്കുന്നത്. അപ്പോൾ അതിനിടയിൽ നമ്മുടെ ഇതുപോലെ സോയാബീൻ പുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ കരി പൊട്ടിച്ചപ്പോൾ എന്താ കളറെന്ന് നോക്കിയേ. ഞാൻ ഈ വെള്ള മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ടല്ലോ, അതിനകത്ത് ഉള്ളിയും നമ്മുടെ പച്ചമുളകും എല്ലാം കൂടെ അരിഞ്ഞിട്ട് അതിൻ്റെ ഇച്ചിരി മഞ്ഞപ്പൊടിയും കൂടെ ചേർക്കും കേട്ടോ, മഞ്ഞ കളർ വരാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇതിനകത്ത് ഞാൻ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. നല്ല അടിപൊളി മഞ്ഞ കളറിലെ മുട്ടയായിരുന്നേ. നമ്മൾ കുറേ ആയിട്ടോ ഈ നാടൻ മുട്ട മേടിച്ചിട്ട്. അപ്പോൾ നമ്മുടെ വീട്ടിലെ കോഴി മുട്ടയിട്ടപ്പോൾ ആവശ്യത്തിനുള്ള മുട്ടയൊക്കെ ആയി. അപ്പോൾ നല്ല രസമുണ്ട്, കാണാൻ തന്നെ ഒരു ടേസ്റ്റ് അല്ലല്ലോ, കാണാൻ തന്നെ ഒരു ഭംഗിയുണ്ട്. കഴിക്കുമ്പോൾ വലിയ ടേസ്റ്റ് വരുന്നത് തെറ്റിപ്പോയി കേട്ടോ. പിന്നെ നമ്മുടെ ആ വെള്ള മുട്ടയെക്കാട്ടിലും നല്ല രുചിയുള്ളത് ഈ മഞ്ഞ മുട്ടയ്ക്കാണല്ലോ. അപ്പോൾ നമ്മൾ മുട്ട ഓംലെറ്റൊക്കെ ഉണ്ടാക്കിയപ്പോൾ രാവിലെ എനിക്ക് കട്ടൻ ചായയുടെ കൂടെ കുടിക്കാനൊരു കൊതി കേട്ടോ. പിന്നെ ഒട്ടും താമസിച്ചില്ല, ഒരു മുട്ട ഓംലെറ്റ് എടുത്ത് നമ്മുടെ കട്ടൻ ചായയൊക്കെ അങ്ങോട്ട് ഒഴിച്ച് അങ്ങോട്ട് കഴിക്കാൻ പോവാണേ. അപ്പോൾ നമുക്കിന്ന് ഉച്ചയ്ക്ക് ലഞ്ച് പൊതി കൊണ്ടുപോകാനുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ പൊതിയൊക്കെ വിളമ്പി നമ്മുടെ സോയാബീൻ പുരട്ടും, 2 കൊണ്ടാട്ടമുളക് പൊരിച്ചതും, നമ്മുടെ ഇന്നലത്തെ മീൻ പീര ഉണ്ടായിരുന്നു, പിന്നെ ഒരു മുട്ട ഓംലെറ്റും. ഇത്രയും ഞാനത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ലഞ്ച് പൊതി. ഇഷ്ടമായ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. നമുക്കിനി വേറെ ദിവസം കാണാവേ.